ഷെയ്ൻ സെറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത്. ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസണേറ്റ് ആവില്ല. റെസണേറ്റ് ആവുന്നവരെടുക്കുക എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് കാരണം നിങ്ങൾ പല ആളുകൾ കാണുന്ന ഒരു ചാനലാണിത്. അതുകൊണ്ട് തന്നെ എനർജി പലരുടെയും കടന്നു വരും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ പേഴ്സണൽ റീഡിംഗ് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. എന്നെ വാട്സപ്പിലേക്ക് വന്നാൽ കൃത്യമായിട്ട് നമുക്ക് റീഡിംഗ് എടുക്കാൻ പറ്റുന്നതാണ്. അവിടെ ചില മാനദണ്ഡങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ആ സമയത്ത് സംസാരിക്കാം. ഓക്കെ, ടൈംലെസ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ കൈകളിൽ കിട്ടുന്നത് മുതൽ നിങ്ങൾക്ക് ഇത് ആ സമയം മുതൽ വാലിഡ് ആകുന്നതാണ്. പിന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. പിന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെ പാട്ട് പാടുന്ന പോലെ പറയേണ്ട കാര്യമില്ല, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം വെച്ചാൽ നിങ്ങളെ കമൻറ്റ് സെക്ഷൻ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ പല വീഡിയോസ് നിങ്ങൾക്ക് പല ആളുകളുടെ വീഡിയോസ് കാണുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അത് നല്ല കാര്യം തന്നെ. പക്ഷേ നിങ്ങളുടെ കമൻറ്റിൽ ഒരു കാര്യങ്ങൾ കൂടെ ഞാൻ പറയുകയാണ് നിങ്ങളോട്. അതായത് കൂടുതൽ ഒരു ഇൻട്രാക്ഷൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ വരുന്നു, നിങ്ങൾ തയ്ക്കുന്നു, താങ്ക് യു മാം, താങ്ക് യു യൂണിവേഴ്സ്, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. വളരെ ഹാപ്പിയാണ്, ഞാൻ സന്തോഷമുണ്ട്. എങ്കിൽ പോലും ഒരു ഇൻട്രാക്ഷൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങൾക്ക് എന്താണ്, ഏത് തരത്തിലുള്ള വീഡിയോസാണ് താല്പര്യം, അത് ഏത് തരത്തിലുള്ള വീഡിയോ ഇടുന്നതാണ് കൂടുതൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുക, അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടി നിങ്ങൾ ഒരു കമൻ്റ് ഇടുന്നത് കൂട്ടത്തിൽ ഇടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ഈ നമ്മുടെ ചാനൽ നമുക്ക് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാം. കൂടുതൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ നമുക്ക് റീഡിംഗ് ഇടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇന്ന് നിങ്ങളുടെ വ്യക്തി ഏത് സിറ്റുവേഷനിലിരിക്കുന്നു ഒന്ന്. രണ്ടാമത്, നിങ്ങളിലേക്ക് എത്രമാത്രം ആ വ്യക്തിയുടെ എനർജി നിങ്ങൾക്ക് വരുന്നു, അല്ലെ നിങ്ങൾക്കത് കിട്ടുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് ഏത് രീതിയിലാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോൾ ആ വ്യക്തിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് കാർഡ് കിട്ടിയിട്ടുണ്ട്. ആ കാർഡിൽ ഇവിടെ ഒരു ഇത് കിട്ടിയിരിക്കുന്ന ഏസ് ഓഫ് സോഡ്സിൻ്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. ചലഞ്ചിങ് ആയിട്ടുള്ള, വളരെ തിങ്കബിൾ ആയിട്ടുള്ള ഒരു ലവ് എന്ന രീതിയിലുള്ള ഒരു കാർഡ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് വളരെ ഡെസ്പ്യൂട്ട്സ് ആണ്, സബോട്ടേജിങ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഈ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചില ജീവിതം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ട് കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുക. ഇതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല, ഇങ്ങനെ പോകാൻ പാടില്ല, ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു അവസ്ഥ ഈ കാർഡ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ 2 ഓഫ് പെന്നക്കിൾസ് വരുന്നുണ്ട്. ഇവിടെ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങളുടെ വ്യക്തി വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. എന്നാലും അത് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടിയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇത്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ആ ഒരു പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ വ്യക്തിയോടുള്ള ആ പെരുമാറ്റത്തിൽ ആൾ വളരെ ആലോചനയോടുകൂടിയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. സ്നേഹമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഈ തേർഡ് പാർട്ടി ശക്തമാണ് ഇവിടെ. ശക്തം എന്ന് പറയുമ്പോൾ അത് ഒരു ബന്ധമാണ്, ഒരു വലിയ ബന്ധമാണ്. ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ അതേമാതിരിയുള്ള എന്തോ വലിയ ബന്ധമാണ്. പറിച്ചറിയാൻ കഴിയാത്ത ആ ബന്ധം ആയതുകൊണ്ട് തന്നെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആള് വളരെയധികം ആലോചിച്ചാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതൊരു ചലഞ്ചായിട്ടാണ് എടുത്തിരിക്കുന്നത്. ആ ബന്ധം തന്നെ ഒരു ചലഞ്ചാണ്. നിവൃത്തിയില്ലാത്തത് കൊണ്ട് സഹിക്കുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. അതുപോലെ തന്നെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നു. നമ്മൾ ഭീഷണിപ്പെടുത്തി നിർത്തുക, കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുക, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോകും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കളയും എന്നൊക്കെയുള്ള ഒരു ഭീഷണി മുഴക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ്. അതിനെയെല്ലാം ബാലൻസ് ചെയ്ത് നിങ്ങളുടെ വ്യക്തി വളരെ ന്യൂട്രൽ കൊണ്ടുപോകുന്നു കാര്യങ്ങൾ എന്നാണ് നമുക്കിവിടെ. ഇനി ഇതിപ്പോൾ ആളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ് നമ്മളിപ്പോൾ നോക്കിയത്. നെക്സ്റ്റ് കാർഡ് നമ്മൾ നോക്കുന്നത് ദ ടെമ്പറൻസ് ആണ്. ഇവിടെ വളരെ ക്ഷമയോടുകൂടി
മറ്റൊരു സ്നേഹത്തെ കാണുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് കാലമായിട്ട് വല്ല ബ്രേക്കപ്പിലോ അല്ലെങ്കിൽ സെപ്പറേഷനിലിരിക്കുകയോ നോ കോണ്ടാക്റ്റിലോ ഒക്കെ ആണെങ്കിൽ പോലും അത് ബാലൻസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. വളരെ ബ്ലിസ്ഫുള്ളായിട്ടുള്ള ഒരു സ്നേഹം ഈശ്വരൻ എനിക്ക് തന്നതാണ് ഈ ബന്ധം എന്നുള്ള ചിന്തയിലാണ്. ഒരു പക്ഷേ നിങ്ങളെ വിളിക്കുന്നുണ്ടാവില്ല, പറയുന്നുണ്ടാവില്ല, നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല, അല്ലെങ്കിൽ എങ്ങനെയാണെന്നറിയില്ല. എന്നാൽ ഇങ്ങനെയാണത്. വളരെ ബാലൻസ് ചെയ്ത്, കാരണം അപ്പുറത്ത് കിട്ടുന്നത് വളരെയധികം വേദനാജനകമായ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ ഇവിടെ നിങ്ങളെ ഓർക്കുമ്പോൾ മാത്രമാണ് ഇയാൾക്ക് കുറച്ചൊരു മനസ്സമാധാനം കിട്ടുന്നത്. അവിടെ ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഹോൾ ഹാർട്ടഡ് ആൻഡ് ഫിയർലെസ് ലവ് എന്നാണ് പറയുന്നത്. അപ്പം ഹൃദയം മുഴുവനും നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഇപ്പോൾ ഒരു ഭയവുമില്ല. ആദ്യ കാലങ്ങളിൽ ഒരുപാട് ഭയപ്പെട്ടിരുന്നു ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ ഒന്ന് വിളിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാനോ പോലും ഭയപ്പെട്ടിരുന്നു. കാരണം കൺട്രോളിങ്ങിലായിരുന്നു അവർ, വളരെയധികം കൺട്രോളിങ്ങിലായിരുന്നു. അത് വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു അവർ. അപ്പോൾ അത് മാറി ഇപ്പോൾ ഇത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം എന്ത് വന്നാലും കുറേ കാലം കഴിയുമ്പോഴത്തേനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഹോൾ ഹാർട്ടായിട്ട് ഹൃദയം മുഴുവനും തന്നുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. ഒരു ഭയങ്കര ഒരു ബ്ലെസ്ഫുൾ ആയിട്ടുള്ള ലവ് ആണ് എന്ന് കാണിക്കുന്നുണ്ട്. 6 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ വിക്ടറീസ് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലവ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബന്ധം എത്ര കാലം കഴിഞ്ഞാലും ഇത് പിന്നെ പോവില്ല എന്നാണ്. പിന്നെ ഒരു പക്ഷേ വരും പോകും ആ രീതിയിലൊക്കെ പല പ്രാവശ്യം നിന്നിട്ടുണ്ടാകാം. കുറേ കാലം ബ്രേക്കപ്പിൽ നിന്നിട്ടുണ്ടാകും, കുറേ കാലം പിന്നെ ആ രീതിയിൽ നമ്മൾ സെപ്പറേഷൻ മൂഡിൽ നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവും. എങ്കിലും ഇത് വളരെ വിക്ടറീസ് ആയിട്ടുള്ള ഒരു, കാരണം നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല രണ്ടു പേർക്കും മറക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ബന്ധം ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അത് നിങ്ങൾക്കറിയാം അത് ആരാണെന്നും എന്താണെന്നും നിങ്ങളുടെ വ്യക്തി എന്താണ് ഇതൊക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇങ്ങനെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. പിന്നെ 4 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. 4 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ബ്ലിസ്ഫുൾ ആൻഡ് അക്കംപ്ലിഷ്ഡ് ലവ് എന്നാണ്. അപ്പോൾ ഇവിടെ ഈ രീതിയിലുള്ള ഒരു പിന്നെ നിങ്ങൾ സ്നേഹിക്കുന്നവരാണ്, നിങ്ങൾ കുറേ കാലമായിട്ടുണ്ടാകും ഈ ബന്ധം കൊണ്ടുവന്ന്. ഇത് ഹാർട്ട് ടു ഹാർട്ട് ആയിട്ടുള്ളൊരു ബന്ധമാണെന്നാണ് കാണിക്കുന്നത്. അതൊരു പിന്നെ ടിൻ ഫ്ലെയിം എനർജി, അതേമാതിരിയുള്ള എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നിങ്ങൾക്ക് പിന്നെ വളരെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നൊരു ബന്ധമാണ്. ഫിസിക്കലി നമ്മൾ ഉള്ള ഒരു റിലേഷനോ അല്ലെങ്കിൽ ആ പാഷനോ അതുപോലെയുള്ള ബന്ധമല്ല, ഒരു ഫാമിലി ആയിട്ടാണ്. കാരണം വെച്ചാൽ അപ്പുറത്തൊരു ബന്ധം അല്ലെ ജീവിതം ഉണ്ടെങ്കിൽ പോലും ഇവിടെ ശരിക്കും ഫാമിലി ആയിട്ട് മനസ്സിൽ ഒരു സ്നേഹം നിങ്ങളെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോടാണുള്ളതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് റിലയബിൾ ലവ്. പുറത്ത് പിന്നെ എല്ലാവരോടും പറയണമെന്നും അത് റിലയബിളായിട്ടുള്ള ഒരു ബന്ധമായിരിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കാത്ത ഒരു സ്വപ്നം മാത്രമാണ്. എങ്കിൽ പോലും ഹൃദയത്തിൽ അത് കൊണ്ടു നടക്കുന്നു, മനസ്സിൽ എങ്ങനെ വിചാരിച്ചിരിക്കുന്നു. ആരെന്ത് പറഞ്ഞാലും ഈ ബന്ധം ഞാനിങ്ങനെ ആയിരിക്കും. അത് ഓരോരുത്തരുടെ തീരുമാനങ്ങളാണ്, മനസ്സിൻ്റെ ആ ഒരു തീരുമാനമാണ്. ഇവിടെ ഡിവോഷണലായിട്ടും മച്യൂറായിട്ടുള്ള ഒരു സ്നേഹത്തെയാണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് കപ്സ്. അപ്പോൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞു, അത് ടിൻ ഫ്ലെയിം അതേമാതിരിയുള്ളൊരു എനർജിയാണെന്ന്. ഇവിടെയും ഡിവോഷണൽ ആയിട്ടുള്ള, അത് വെച്ചാൽ നിങ്ങൾ ഡിവൈൻ ബന്ധമാണ്. ഈശ്വരൻ കൂട്ടി വെച്ചത് നമ്മൾ പറയാറുണ്ട് അല്ലേ, ഈശ്വരൻ കൂട്ടി വെച്ചതിനെ ആർക്കാണ് പിരിക്കാൻ കഴിയുക. അവിടെ പല പരീക്ഷണങ്ങൾ നിങ്ങൾ നേരിട്ടു എന്നുള്ളത് സത്യം തന്നെയാണ്. നിങ്ങളും പിന്നെ പേഴ്സണും നേരിട്ടു, ശരിയാണ്. കാർമിക് പിന്നെ റിലേഷൻഷിപ്പ് ഇപ്പുറത്ത് കിടക്കുന്നു, തേർഡ് പാർട്ടി എന്ന നിലയിൽ. അതിന് പിന്നെ ഘടകവിരുദ്ധമായി ഇവിടെ പിന്നെ സോൾ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ സോൾ ടൈഡ് ആയിട്ടുള്ള ഒരു ബന്ധം അവിടെയുണ്ട്. അത് ഡിവൈനിൻ്റെ ഒരു പ്ലാനാണ്. ആ ബന്ധം ഒരിക്കലും വിട്ടുപോവില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. സ്നേഹത്തിൻ്റെ അങ്ങേയറ്റമാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ അത് പ്രകടിപ്പിക്കാനോ നിങ്ങളെ വിളിക്കുന്നുണ്ടാവും, ഇടയ്ക്കെങ്കിലും പിന്നെ മെസ്സേജ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ട്. എപ്പോഴും അത് അങ്ങനെ അത് ഹൃദയത്തിൽ അടക്കി കൊണ്ടു നടക്കുന്ന ഒരു സ്നേഹമാണ്. അതൊരു ഡിവൈൻ ലവ് ആണ്. ഈശ്വരൻ തന്നെ അത് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ആ ബന്ധത്തിന് വേണ്ടി. അത് എനിക്ക് തോന്നുന്നത് മിക്കവാറും കാണുന്ന കാർഡ്സിനകത്തൊക്കെ ഈ കാർമിക് ലൈഫ് വരുന്ന സമയത്ത് ഇതേമാതിരിയുള്ള ഒരു ബന്ധവും കൂടി അത് കൊടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ
അത് ഭഗവാൻ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഇവിടെ വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലവാണ്. അതാണ് പറഞ്ഞത്. നിങ്ങളധികം സംസാരിക്കാറൊന്നുമില്ല, മെസ്സേജ് അയക്കാറില്ല. നിങ്ങളിൽ കൊടുക്കുന്ന മെസ്സേജിന് ചിലപ്പം വളരെ മൗനമായിരിക്കും റിപ്ലൈ. കാരണം വെച്ചാൽ അതേ കഴിയുള്ളൂ അവിടെ, അതുകൊണ്ടാണ്. അപ്പോൾ പക്ഷേ അത് വളരെ ഹോണസ്റ്റാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ ആ വ്യക്തി അത്രയും വിശ്വാസവും നിങ്ങളെ അത്ര വിശ്വാസമാണ്. അതുപോലെ നിങ്ങളോടും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കും അത് തിരിച്ചങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. എവിടെയൊക്കെ എന്തെല്ലാം ആകാശം ഇടിഞ്ഞു വീണാലും എവിടെയെല്ലാം കറങ്ങിപ്പോയാലും കറങ്ങി തിരിഞ്ഞത് എൻ്റെ ഭാഗത്തെത്തും എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുമുണ്ട് ഇവിടെ. അതാണ് ആ ഹോണസ്റ്റ് കാണിക്കുന്നത്. വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലോൺ. ഇവിടെ വലിയ എടുത്തുചാട്ടോ കാര്യങ്ങളോ ബഹളങ്ങളോ പിന്നെ ഒന്നും കാണിക്കുന്നില്ല ഇപ്പോൾ. അതായത് ഇപ്പോൾ ഞാൻ പറയുന്ന ഇപ്പോൾ, അതായത് പണ്ട് നിങ്ങളുടെ ഈ ബന്ധത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഒരുപാട് പിന്നെ ചേസ് ചെയ്ത് പോയിട്ടുണ്ട് എന്നാണ്. ഒരുപാട് നിങ്ങൾ ചേസ് ചെയ്ത് പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ എന്തുകൊണ്ട് വിളിക്കുന്നില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, നിങ്ങൾ ഭയങ്കര ടെൻഷനായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ വളരെ കൂളായിട്ടിരിക്കുന്നു എന്നാണ്. നിങ്ങൾ വളരെ കൂളായിട്ടിരിക്കുന്നു. കാരണം എവിടെ പോയാലും അത് തിരിച്ചിവിടെ എൻ്റെ അടുത്ത് എത്തും. കാരണം അതെൻ്റേതാണ്. കാരണം ഡിവൈൻ ലവ് ആണ്, നിവൃത്തിയില്ല വേറെ ഒന്നും. അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അപ്പോൾ ആ ചേസിങ് എല്ലാം ഇപ്പോൾ നിങ്ങൾ നിർത്തി സെൽഫ് ലവിലേക്ക് പോയി. നിങ്ങളിപ്പോൾ നിങ്ങളുടെ കരിയറിലേക്കും നിങ്ങളുടേതായ ആ ലൈഫിലേക്കും പോയി കഴിഞ്ഞപ്പോൾ നിങ്ങളോട് വളരെയധികം ബഹുമാനമാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് തോന്നുന്നതെന്നാണ്. വളരെയധികം നിങ്ങളെ പുകഴ്ത്തുന്നു. വളരെയധികം ഇങ്ങനെ ആയിരിക്കണം ഒരാൾ, ഇങ്ങനെ ആയിരിക്കണം പാർട്ട്ണർ എന്നുള്ള ആ ഒരു സ്നേഹവും ആ മനസ്സിൽ നിങ്ങളോട് വളരെയധികം പണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ സ്നേഹമാണ്. കാരണം പണ്ട് നിങ്ങളൊരു ബാലിശമായ രീതിയിൽ നിങ്ങളെപ്പോഴും ചേസ് ചെയ്യുകയും നിങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് വരെ പിണങ്ങുകയൊക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ആ സന്ദർഭങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസം വന്നിട്ട് ഇപ്പോൾ നിങ്ങളെ പിന്നെ നോക്കി നിൽക്കുമ്പോൾ നിങ്ങൾ ആകാശം മുട്ട വളർന്നു എന്നൊരു തോന്നൽ ഈ വ്യക്തിക്ക് നല്ലതുപോലെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എക്സ്പ്ലോറിങ് ആൻഡ് ബൗണ്ട്ലെസ് ആയിട്ടുള്ള ഒരു ലവ് ആണ് ഇത് നിങ്ങളുടേതെന്ന് കാണിക്കുന്നുണ്ട്. വളരെ ബൗണ്ട്ലെസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ബൗണ്ടറി ഇല്ലെന്നല്ല പറയുന്നത്, അത് ഉണ്ട്. പക്ഷേ ബൗണ്ട്ലെസ് എന്നിവിടെ പറയുമ്പോൾ അത് ആകാശത്തോളം ഇങ്ങനെ ചിറക് വിരിച്ച് പറന്ന് നടക്കുന്ന ബന്ധങ്ങൾ. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് റെസനേറ്റ് ആവുന്നവരെടുക്കണം. കാരണം അങ്ങനെയുള്ള ഒരു എനർജിയാണ് നമുക്കിന്നിവിടെ കിട്ടിയിരിക്കുന്നത്. വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഈ എനർജി കാണുമ്പോൾ എനിക്ക്. പിന്നെ ദ വേൾഡ് വന്നിട്ടുണ്ട്. മനുഷ്യ കം ട്രൂ. അപ്പോൾ നിങ്ങളാണ് സത്യത്തിൽ ഈ വ്യക്തിയുടെ പിന്നെ വേൾഡ് എന്ന് പറയുന്നത്. വളരെ സക്സസ് ആയിട്ടുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പിന്നെ യാഥാർത്ഥ്യമാകുന്നു എന്നാണ് നമുക്ക് ഈ കാർഡ് കാണിക്കുന്നത്. നിങ്ങളെ ഇന്ന് ആരെങ്കിലും വിളിച്ചോ? നിങ്ങളുടെ വ്യക്തി ഇന്ന് വിളിക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് തരുമോ? നിങ്ങൾ ഇത്ര ഹാപ്പി ആകാനും ഇത്ര പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡ്സ് നമുക്കിവിടെ കിട്ടാനും ഇതിൽ ചില ആളുകൾക്കൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ടല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റിലിടണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായി പറയണേ. നിങ്ങൾ വേറെ താങ്ക് യു മാത്രം പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നോട് നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷേ നല്ല മാന്യമായ ഭാഷയിലായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്തത് ഞാനെടുത്ത് ഹൈഡ് ചെയ്യും, ഞാനെടുത്ത് കളയും. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. കാരണം നല്ല രീതിയിലാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ തന്നെ സംസാരിക്കും. നല്ല രീതിയിൽ എനിക്ക് നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ കുറച്ച് നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഓക്കെ. അപ്പോൾ പേജ് ഓഫ് സ്പോർട്സ് ക്യൂരിയസ് ആൻഡ് ഇൻസ്പയറിങ് ലവ് ഇതാണ് കാണിക്കുന്നത്. അതായത് വളരെ ക്യൂരിയസ് ആണ് ഇപ്പോൾ നിങ്ങളോടടുത്ത്. വളരെ ക്യൂരിയസ് ആണ്. വളരെ ഇൻസ്പയറിങ് ആയിട്ടാണ് നിങ്ങളോട് കാണുന്നത്. കാരണം വെച്ചാൽ നിങ്ങളെ ഓർക്കുമ്പോൾ തന്നെ ആ ഒരു പുഞ്ചിരി മുഖത്ത് വളരെയധികം തത്തിക്കളിക്കുകയാണ്. എന്താണ് ഇത്രയും കാലം മാറി നിന്നിട്ട് പോലും, ഇത്രയും കാലം എത്രയോ കാലം നിങ്ങൾ മാറി സെപ്പറേഷനിലായിരുന്നു എന്നാണ്. അപ്പോൾ മാറി നിന്നിട്ട് പോലും ഇത്രയും സ്നേഹം, ഇത്രയും നിങ്ങളോട് ആ ക്യൂരിയോസിറ്റി വളരണമെങ്കിൽ ഈ ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഡിവൈൻ പ്ലാൻ മാത്രമാണ്. അത് ഈശ്വരൻ അങ്ങനെ തരുന്ന ഗിഫ്റ്റ് ഉണ്ട് ചില ആൾക്കാർക്ക്. ജീവിതകാലത്തിൻ്റെ ലാസ്റ്റ് സമയത്തായിരിക്കും നമുക്കത് കിട്ടുന്നത് ഒരു പക്ഷേ. കാരണം എന്താ, ചിലർക്കല്ല മേ ബി. അപ്പോൾ നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടു, ജീവിതം മനസ്സിലാക്കി, എല്ലാം കണ്ടു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു കാര്യം എനിക്ക് നടന്നിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു വല്ലാത്ത വേദന നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെന്ന് കാണിക്കുന്നു. ആ വേദനയിൽ നിന്ന് നിങ്ങൾ ഒരുപാട് പാഠം പഠിച്ചു. നിങ്ങൾ ആ വേദന മുഴുവനും കണ്ണുനീരിൻ്റെ ഒരു കടലായിട്ട് കൊണ്ടുപോയിട്ട് ഭഗവാന്റെ പാദത്തിൽ കൊണ്ടുവച്ച്, നിങ്ങൾ മാത്രമൊന്നുമില്ല, ഈ വ്യക്തിയും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ വ്യക്തിക്കും നിങ്ങളെന്ന് പറയുന്ന അത്ര ആശ്വാസമാണ്. അപ്പോൾ അതവിടെ കൊണ്ടുവച്ചു. അവിടെ നിന്ന് ഭഗവാൻ തന്ന പരീക്ഷണങ്ങളെയൊക്കെ നിങ്ങൾ അതിജീവിച്ചിരിക്കുന്നു ഇപ്പോൾ എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇനി നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത എന്തൊക്കെയോ നിങ്ങൾക്ക്
വാരിക്കോരിത്തരുവാൻ ഡിവൈൻ തീരുമാനിച്ചിരിക്കുന്നതാണ്. അത്രയും കഠിനമായ പരീക്ഷണങ്ങളിലൂടെയൊക്കെ അതിജീവിച്ചാണ് നിങ്ങൾ ഈ നിലയിൽ ഇന്നത്തെ ഈ ഒരു എനർജി ഇവിടെ വരണമെങ്കിൽ നിങ്ങൾ എത്തിയിരിക്കുന്നത്. അത് മഹാഭാഗ്യം എന്ന് മാത്രമേ എനിക്കിവിടെ പറയാൻ കഴിയുള്ളൂ. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വരുന്നുണ്ട്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു സ്നേഹം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. ഇത് ഗൈഡൻസ് മെസ്സേജാണ് കേട്ടോ. കിട്ടാൻ പോകുന്നു. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, എഫിഷ്യൻറ്റ് ആൻഡ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ബന്ധം. നിങ്ങൾ ഇത്രയും കാലം സംശയം ഉണ്ടാവും, എന്നോട് സ്നേഹമുണ്ടോ. പല ആളുകളും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ എൻ്റെ അടുത്ത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പിന്നെ റിയലാണോ, എന്നോടുള്ള സ്നേഹം ശരിയാണോ, ഞാൻ ഈ എന്നോട് പറയുന്നതും ചെയ്യുന്നതും ഒക്കെ സത്യം തന്നെയാണോ, നമുക്ക് സംശയങ്ങൾ തോന്നും. കാരണം ബന്ധമാകുമ്പോൾ അങ്ങനെയാണല്ലോ, സംശയങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾ വിശ്വസിച്ചോളൂ, ഈ പാർട്ട്ണർ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണത്തിനായി ഭഗവാൻ നിങ്ങൾക്ക് തന്ന, അല്ലെങ്കിൽ ഈശ്വരൻ തന്ന ഒരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് എന്നുള്ള എനിക്ക് അതിലൊരു തർക്കവുമില്ല. അടുത്ത ഫ്യൂച്ചർ വരുന്നത് ലോങ് ടേം ആൻഡ് ഹാർമണിയസ് ലവ് എന്നാണ്. ഇതിൽ കൂടുതൽ എന്താ നമുക്ക് കിട്ടാനുള്ളത്? ഒന്നുമില്ല കിട്ടാൻ. അപ്പം ലോങ് ടൈമിൽ ഹാർമണിയസ് ആയിട്ടുള്ള ആ ഒരു സ്നേഹം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് സമയമായി എന്നാണ് കാണിക്കുന്നത്. പല റീഡിങ് എടുത്ത് കൊടുക്കുമ്പോഴും അത് സക്സസ് ആയി എന്ന് വിളിച്ചു പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് വായിക്കുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷിക്കാറുണ്ട്. കാരണം പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്ത്, കാരണം എനിക്കത് വളരെ ഹാപ്പി ആയിട്ട് തോന്നാറുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന റീഡിങ് കറക്റ്റായി, അത് അവർക്ക് വളരെ അനുഭവം വന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയാണ്. എന്ന് പറഞ്ഞ മാതിരി ഇവിടെ നമുക്ക് ഇത് ലാസ്റ്റ് വരുന്നത്, ഇത് ഈശ്വരൻ നടപ്പിലാക്കട്ടെ. ലോങ് ടൈം ആൻഡ് ഹാർമണിയസ് ആയിട്ടുള്ള ജീവിതം, അല്ലെങ്കിൽ ആ ലവ്, സ്നേഹം, നിങ്ങൾ ആഗ്രഹിച്ച ആ ഫുൾഫിൽമെൻറ്റോട് കൂടി ആ ജീവിതം നിങ്ങളിലേക്ക് കടന്നു വരുന്നു. അത് ഭഗവാൻ തരുന്ന ഗിഫ്റ്റാണ്. ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ് സ്വീകരിക്കുവാൻ പിന്നെ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് കയ്യിലേക്ക് ആവാഹിച്ചു വാങ്ങിക്കോളൂ. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.